ഇറാന് സ്വന്തമായിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട യുദ്ധക്കപ്പൽ ശ്രീലങ്കയുടെ കടൽ അതിർത്തിക്ക് സമീപം അമേരിക്ക ഇപ്പോൾ മുങ്ങിച്ചുവെന്ന വാർത്തകൾ പുറത്തുവരുന്നു. ആ കപ്പലിൽ 130-ലധികം ജീവനക്കാരും സിപ്പായികളും നാവികസേനയിലെ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ വരെയും വെറും 30 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. മറ്റുള്ളവരുടെ അവസ്ഥയെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. അമേരിക്ക ആരംഭിച്ചിരിക്കാമെന്ന് കരുതപ്പെടുന്ന ഈ കടുത്ത സൈനിക നീക്കം ഇന്ത്യൻ മഹാസമുദ്രം, ശ്രീലങ്ക, ഇന്ത്യയുടെ കടൽ പരിധി വരെയും വ്യാപിച്ചിരിക്കാമോ എന്ന സംശയം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. ഇതൊരു വലിയ സൈനിക ഉത്തേജനമായും ഒരു മേജർ എസ്കലേഷനായും കണക്കാക്കപ്പെടുന്നു. പക്ഷേ ഇതൊന്നും ഒരു കാര്യമേ അല്ല എന്ന് തെളിയിക്കുന്നതാണ് അടുത്ത കാര്യം. ഇറാനുള്ളിൽ ഒരു ആഭ്യന്തര യുദ്ധത്തിന് വഴിയൊരുക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ അമേരിക്ക സൃഷ്ടിക്കുകയാണോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. ഇതൊരു ചെറിയ വാർത്തയല്ല. ഇറാനിൽ ആഭ്യന്തര യുദ്ധം രൂപപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് അനുയോജ്യമായ സാഹചര്യം ആദ്യം ഉണ്ടാകണം. ഇപ്പോൾ ആ അവസരം ലഭിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് ഇറാന് എതിരായ ചില സംഘടനകൾ. അത്തരം സംഘടനകളുമായി അമേരിക്ക നേരിട്ടുള്ള സംവാദം ആരംഭിച്ചുവെന്ന വാർത്തകളും പുറത്തുവരുന്നു. എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആദ്യം ഇറാന്റെ യുദ്ധക്കപ്പൽ സംബന്ധിച്ച വാർത്തകളിൽ നിന്നും തുടങ്ങാം. ഇറാന്റെ വളരെ പ്രധാനപ്പെട്ട ഡേന എന്നറിയപ്പെടുന്ന ഒരു ബ്രിഗേഡ് യുദ്ധക്കപ്പൽ ശ്രീലങ്കൻ കടൽ അതിർത്തിക്ക് അതീവ സമീപത്ത് ഗാലി തീരപ്രദേശത്തിനടുത്ത് ഇന്ന് അമേരിക്ക ആക്രമിച്ച് മുങ്ങിച്ചുവെന്ന വാർത്തകൾ പുറത്തുവരുന്നു. യഥാർത്ഥത്തിൽ ഈ കപ്പൽ എപ്പോൾ ആക്രമിക്കപ്പെട്ടു, അമേരിക്ക ഏത് തരത്തിലുള്ള മിസൈലുകളാണ് ഉപയോഗിച്ചത്, ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് ശ്രീലങ്കയാണ്. അവരുടെ പ്രസ്താവന പ്രകാരം ചില മണിക്കൂറുകൾക്ക് മുൻപ് ഇറാന്റെ യുദ്ധക്കപ്പലിൽ നിന്നും ഒരു എമർജൻസി അഭ്യർത്ഥന വന്നു. ഒരു ഡിസ്ട്രസ് കോൾ ശ്രീലങ്കയ്ക്ക് ലഭിച്ചു. ഉടൻ തന്നെ ശ്രീലങ്കൻ നാവികസേന രക്ഷാപ്രവർത്തനത്തിനായി കപ്പലുകൾ അയച്ചു. അവിടെ എത്തിച്ചേരുമ്പോൾ IRIS ഡെന എന്നറിയപ്പെടുന്ന ഇറാന്റെ ബ്രിഗേഡ് യുദ്ധക്കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് ശ്രീലങ്ക അറിയിച്ചത്. ഇതുവരെയും 32 പേര് രക്ഷപ്പെടുത്തി. മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും അവർ വ്യക്തമാക്കി. ഈ കപ്പൽ എന്തിനാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്? ഈ ഒരു ചോദ്യം സ്വാഭാവികമാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന മിലൻ 2026 ഈ ഒരു പ്രധാന അന്താരാഷ്ട്ര നാവിക അഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിനായി ഇറാന്റെ യുദ്ധക്കപ്പൽ ഇന്ത്യയിലെ വിശാഖപട്ടണം തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രദേശത്ത് ഇറാന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത് എന്ന് വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളോടൊപ്പം വിവിധ തരത്തിലുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങളിലും ഇറാൻ കപ്പൽ പങ്കെടുത്തിരുന്നു. അവിടെ നിന്ന് ഇറാനിലേക്ക് മടങ്ങുന്ന വഴിയിലായിരുന്നു ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടത്. ഈ കപ്പൽ അത്രയും പ്രധാനപ്പെട്ടതാകാൻ കാരണം ഇറാന്റെ നാവികസേനയിലുള്ള ഏറ്റവും ആധുനിക അഡ്വാൻസ്ഡ് യുദ്ധക്കപ്പലുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. 2021 ഇത് ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിനെ നഷ്ടപ്പെടുന്നത് ഇറാന് വലിയൊരു സൈനിക നഷ്ടമായി തന്നെ കാണുന്നു. അതേസമയം അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡ് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നൽകി. റിപ്പോർട്ടുകൾ പ്രകാരം 50,000-ലധികം അമേരിക്കൻ സൈനികരെ മിഡിൽ ഈസ്റ്റിലെ പ്രധാന സൈനിക താവളങ്ങളിൽ നിന്നും പുനഃസ്ഥാപിക്കുകയും ചില സ്ഥലങ്ങളിലേക്ക് ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് സൈനികരെ സമാഹരിക്കുന്നത് ഈ ഗ്രൗണ്ട് ട്രൂപ്സിനെ യുദ്ധഭൂമിയിലേക്ക് അയക്കാനുള്ള സൂചനയാണോ എന്ന ചർച്ചയും ഉയരുന്നുണ്ട്. ഇവിടെയാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉള്ളത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 200-ലധികം ഫൈറ്റർ ജെറ്റുകൾ പുനഃസ്ഥാപിക്കാൻ അമേരിക്ക തുടക്കമിട്ടിട്ടുണ്ട്. 2 എയർക്രാഫ്റ്റ് കാരിയറുകളുടെ സ്ഥാനവും മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. മുൻപ് 2000 ലക്ഷ്യങ്ങൾ ആക്രമിച്ചുവെന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഇതിലുപരി കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾക്കായി കൂടുതൽ ബോംബർ വിമാനങ്ങളും അവയ്ക്ക് പിന്തുണ നൽകുന്ന ടാങ്കർ വിമാനങ്ങളും അമേരിക്കയിൽ നിന്ന് മാറ്റി വിന്യസിപ്പിക്കാനാണ് പദ്ധതി. ഇങ്ങനെയുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. സ്പെയിൻ ഇതിനകം തന്നെ തുറന്നു പറഞ്ഞിരുന്നു, നിങ്ങളുടെ സ്ട്രൈക്കുകളിൽ ഞങ്ങൾ പങ്കെടുക്കില്ല, ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു സംഘർഷമാണ് എന്ന്. ഇറാഖിൽ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നും പറഞ്ഞ് അമേരിക്ക അനാവശ്യമായ യുദ്ധത്തിലേക്ക് പല രാജ്യങ്ങളെയും ഇങ്ങനെ വലിച്ചിഴച്ചിരുന്നു. ആ ഒരു സംഭവത്തെ അവർ തുറന്നു പറഞ്ഞ് വിമർശിച്ചു. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇറാനെതിരായ യാതൊരു സൈനിക നടപടിക്കും സ്പെയിന്റെ സേനയെയോ അഥവാ അതവരുടെ സൈനിക ഉപകരണങ്ങളെയോ ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്നും അവർ വ്യക്തമാക്കി. അവരുടെ എയർബേസുകൾ ഉൾപ്പെടെ അമേരിക്ക ഉപയോഗിക്കാൻ പാടില്ല എന്നും സ്പഷ്ടമായ നിലപാടെടുത്തിരുന്നു. ഇതിനും ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിലപാട് പ്രകാരം യൂറോപ്യൻ രാജ്യങ്ങൾ കുറഞ്ഞത് 5% വരെ ഡിഫൻസ് ചിലവ് വർദ്ധിപ്പിക്കാത്ത പക്ഷം അമേരിക്കയുടെ സുരക്ഷ ഉറപ്പു നൽകുന്നത് പ്രയാസമാകുമെന്ന തരത്തിൽ അദ്ദേഹം പരോക്ഷമായി വിമർശനങ്ങൾ നടത്തിയിരുന്നു. ഒരു സെക്യൂരിറ്റി ഗ്യാരണ്ടി ഇനി നൽകില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു നിലപാട്. സത്യത്തിൽ ഇത് പ്രതീക്ഷിക്കപ്പെട്ട ഒരു പ്രതികരണം തന്നെയായിരുന്നു. ട്രംപ് ആഗ്രഹിക്കുന്നത് നാറ്റോയിലെ മുൻനിര യൂറോപ്യൻ രാജ്യങ്ങൾ ഈ സംഘർഷത്തിൽ കൂടുതൽ പങ്കാളികളാകണമെന്നാണ്. എന്നാൽ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഇതിൽ നിന്നും വിട്ടുനിൽക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്.
തീവ്രവാദത്തിനെതിരായ ഒരു പോരാട്ടമാണിതെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും യൂറോപ്യൻ കൂട്ടായ്മ പൂർണ്ണ പിന്തുണ നൽകുമോ എന്നുള്ളത് ഇപ്പോഴും ഒരു സംശയമാണ്. നിങ്ങൾ യുദ്ധം ആരംഭിച്ചാൽ അത് തുടരേണ്ടത് നിങ്ങളാണ് എന്ന രീതിയിലുള്ള ചില നിലപാടുകൾ യൂറോപ്യൻ വൃത്തങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇതിന് പിന്നാലെ പുറത്തു വന്നൊരു ചിത്രം, അത് ഇറാനിലെ ഒരു പ്രധാനപ്പെട്ട ലാൻഡ്മാർക്കായ ആസാദി സ്ക്വയർ പ്രദേശത്തിന് സമീപം വലിയൊരു ആക്രമണം നടന്നു. ഈ ആക്രമണത്തിന് പിന്നാലെ ആ പ്രദേശത്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഡ്രാമാറ്റിക് രംഗങ്ങൾ പുറത്തുവന്ന ചിത്രങ്ങളിലൂടെ തന്നെ വ്യക്തമായി കാണാം. ഇറാനെതിരെ അമേരിക്ക നടത്തിവരുന്ന നടപടികൾ എത്രത്തോളം കടുത്തതും വ്യാപകവുമായതാണെന്ന് ഈ ചിത്രങ്ങളെല്ലാം സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം ഡൊണാൾഡ് ട്രംപ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രസ്താവന നടത്തി. ഇന്നലെ മുതൽ ടക്കർ കാൾസൺ ഉൾപ്പെടെ ചിലർ ഉന്നയിച്ച ആരോപണം എന്തെന്നാൽ ഇസ്രായേൽ അമേരിക്കയെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നുവെന്നാണ്. അവരുടെ ആരോപണ പ്രകാരം ഇസ്രായേൽ സ്വന്തം താൽപര്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയെയും അമേരിക്കൻ നികുതിദായകരുടെ പണവും ഇറാനിലെ യുദ്ധത്തിൽ വിനിയോഗിച്ചുവെന്നാണ് വിമർശനം. ഇതിന് മറുപടിയായി ട്രംപ് പറഞ്ഞത്, ഇസ്രായേൽ ആരെയും നിർബന്ധിപ്പിച്ച് യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല, സ്വയം തന്നെയാണ് ഇസ്രായേലിനെ തന്റെ സ്ട്രൈക്കുകളിൽ ഉൾപ്പെടുത്തിയത്. അതായത് ഈ സൈനിക നടപടികൾക്ക് നേതൃത്വം അമേരിക്കയാണോ, ഇസ്രായേൽ വെറും ഒരു പിന്തുണ വേഷം മാത്രം നടത്തുകയാണോ എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്നാൽ ഇസ്രായേലിൽ നിന്നുള്ള പ്രസ്താവനയിൽ അമേരിക്ക അവരുടെ ഓപ്പറേഷനുകൾക്ക് സഹായം ചെയ്യുകയാണെന്നും കോർഡിനേഷൻ അടിസ്ഥാനത്തിൽ പിന്തുണ നൽകുകയാണെന്നും പറഞ്ഞിരുന്നു. ഇപ്പോൾ ട്രംപ് പറഞ്ഞത്, നടത്തുന്നത് ഞാനാണ്, എന്നെ സഹായിക്കുന്ന പങ്കാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്ന്. ഇത് മുൻപ് വന്ന പ്രസ്താവനകളോട് വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന ഒരു നിലപാട് തന്നെയാണ്. ഈ ഒരു സംഭവവികാസങ്ങളെല്ലാം സാധാരണയായി കാണാൻ കഴിയാത്തവയാണ്. ഇതിനിടെ CNN പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട്, അതിൽ കുർദിഷ് വിഭാഗത്തിലെ പോരാളികളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട സൂചന നൽകിയിരുന്നു. അമേരിക്കയുടെ ഇന്റലിജൻസ് ഏജൻസിയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി കുർദിഷ് വിഭാഗങ്ങളുമായി ഒരു ഹോട്ട് ലൈൻ സ്ഥാപിച്ചതായി പറയപ്പെടുന്നു. ഡയറക്ട് കമ്മ്യൂണിക്കേഷൻ ചാനൽ തുറന്നിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇതൊരു സാധാരണ വാർത്തയല്ല. ഖുർദിസ്ഥാന എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം ഒരൊറ്റ രാജ്യത്തിൻ്റെതല്ല. അത് വ്യാപിച്ചു കിടക്കുന്നത് സിറിയ, ഇറാഖ്, തുർക്കി, ഇറാൻ, അർമേനിയ, അസർബൈജാൻ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിലൂടെയാണ്. പശ്ചിമ ഇറാനിലുള്ള കുർദിഷ് വംശജർ വർഷങ്ങളായി അവിടെ വസിച്ചു വരുന്നുണ്ട്. ഇറാനിലെ കുർദിഷ് വിഭാഗങ്ങളും കേന്ദ്ര ഭരണകൂടവും തമ്മിൽ മുൻപ് തന്നെ സംഘർഷങ്ങൾ നടന്നിരുന്നു. ഇറാനിൽ നടന്ന ചില ആക്രമണങ്ങൾക്ക് കുർദിഷ് ഗ്രൂപ്പുകളെ കുറ്റപ്പെടുത്തുകയും ഇതിനാൽ ഇടയ്ക്കിടെ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്ക ഇതിനെ ഒരു തന്ത്രമായി ഉപയോഗിക്കുകയാണോ എന്ന സംശയം ഉയരുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള സഹായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലുള്ള സിഗ്നലുകൾ നൽകിയാൽ പശ്ചിമ ഇറാനിൽ കുർദിഷ് വിഭാഗങ്ങൾ ഇറാൻ സർക്കാരിനെതിരെ സജീവമായ സായുധ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അങ്ങനെ സംഭവിച്ചാൽ അതൊരു വലിയ ആഭ്യന്തര സംഘർഷത്തിലേക്ക് വേഗത്തിൽ മാറാനിടയുണ്ട്. ഇത് കുർദിഷ് വിഭാഗത്തിൽ മാത്രം ഒതുങ്ങിയേക്കില്ല. ഉദാഹരണത്തിന് ഇറാനിലെ സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രോവിൻസ് പ്രവിശ്യയിൽ ബലൂജ് സമൂഹം വലിയ തോതിൽ ജീവിക്കുന്നുണ്ട്. കുർദിഷ് വിഭാഗങ്ങൾക്ക് ആയുധ സഹായം നൽകുന്ന സാഹചര്യം വന്നാൽ ബലൂജ് വിഭാഗങ്ങളിലും അത്തരമൊരു പ്രതീക്ഷകൾ ഉയരും. അതുപോലെ ഇറാനിൽ പേർഷ്യൻ, അസേറിയ, അറബ്, ബലൂച്ച്, ഖുർ തുടങ്ങിയ നിരവധി വംശവിഭാഗങ്ങൾ ഉണ്ടെന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇത്തരം സാഹചര്യത്തിൽ ഒരു പ്രദേശത്ത് സംഘർഷം ശക്തമായാൽ അതിന്റെ പ്രത്യാഘാതം മറ്റു മേഖലകളിലേക്കും പടരാൻ സാധ്യതയുണ്ട്. അഥവാ ഇറാനിൽ സർക്കാർ വിരുദ്ധ നിലപാട് പുലർത്തുന്ന നിരവധി ജാതിവർഗ കൂട്ടായ്മകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് സത്യം. അവയിൽ പ്രധാനമായും പറയപ്പെടുന്ന രണ്ട് വിഭാഗം അഹാസ് മേഖലയിലെ അറബ് വിഭാഗങ്ങൾ, അസർബൈജാനി വംശജർ. ഈ കൂട്ടായ്മകളിൽ ചില സായുധ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ചിലർ സർക്കാർ വിരുദ്ധ ആയുധ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. കുർദിഷ് വിഭാഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആയിരക്കണക്കിന് സായുധ അവരുടെ വിവിധ ഗ്രൂപ്പുകളിലുണ്ട്. അതുപോലെ തന്നെ സിസ്താൻ ആൻഡ് ബലൂചിസ്ഥാൻ പ്രൊവിൻസ് പ്രദേശത്തെ ബലൂജ് വിഭാഗങ്ങളിലും ആയുധധാരികളായ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അഹ്വാസ് അറബ് വിഭാഗങ്ങൾ, അസർബൈജാനി വിഭാഗങ്ങൾ എന്നിവയിലും ചെറിയ തോതിൽ സായുധ സംഘടനകളുണ്ട്. ഇവരിൽ ഒരുപാട് പേരുടെ കൈകളിൽ ആയുധങ്ങൾ എത്തിയാൽ ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ സാഹചര്യത്തിൽ ഗുരുതരമായ ഒരു അസ്ഥിരത സൃഷ്ടിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കും. അത്തരമൊരു സാഹചര്യത്തിൽ ഇറാൻ തന്റെ ശ്രദ്ധ ബാഹ്യ സംഘർഷങ്ങളിൽ നിന്നും, അതായത് ഇപ്പോൾ അമേരിക്ക ഇസ്രായേലുമായുള്ള ഈ സംഘർഷങ്ങളിൽ നിന്നും മാറ്റി ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് കേന്ദ്രീകരിക്കേണ്ടി വരും. ഇതൊരു തന്ത്രപരമായ നീക്കമാണോ എന്നുള്ളത് സംശയമാണ്. പുറത്തുനിന്ന് സമ്മർദ്ദം ചെലുത്തി ലക്ഷ്യം നേടാൻ കഴിയില്ല എങ്കിൽ അകത്തുനിന്ന് സമ്മർദ്ദം ചെലുത്തുക. ഇത്തരം സമീപനം ചരിത്രത്തിൽ പല രാജ്യങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. എങ്കിലും ഇത് വളരെ സങ്കീർണവും വിപുലവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന വിഷയമാണ്. ഇത്തരമൊരു ആയുധ വിതരണം നടന്നാൽ അത് ഇറാനിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമാകില്ല. മിഡിൽ ഈസ്റ്റിന്റെ സ്ഥിരതയ്ക്കും വിപുലമായ പ്രാദേശിക പ്രതിസന്ധികൾക്കും വഴിയൊരുക്കാൻ ഇത് സാധ്യതയുണ്ട്. നാളെ ഇതിന്റെ പ്രത്യാഘാതം വിവിധ പ്രദേശങ്ങളിൽ പുതിയ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും സൃഷ്ടിക്കും. ചരിത്രം നോക്കുമ്പോൾ തന്നെ അറിയാം, അഫ്ഗാനിസ്ഥാനിൽ ആയുധ സഹായം നൽകിയ സംഭവം പിന്നീട് താലിബാൻ ശക്തിപ്പെടാൻ കാരണമായി മാറി. ഇപ്പോൾ ബലൂജ് വിഭാഗങ്ങൾക്ക് ആയുധം ലഭിച്ചാൽ അതിന്റെ പ്രതിഫലം ഇറാനിൽ മാത്രം ഒതുങ്ങണമെന്നില്ല.
ഇറാനിലെ ബലൂജ് ജനങ്ങളും പാകിസ്ഥാനിലുള്ള ബലൂചിസ്ഥാൻ മേഖലയിലെ ജനങ്ങളും ഒരേ വംശീയ പശ്ചാത്തലമുള്ളവരാണ്. രാജ്യ അതിർത്തികളാണ് അവരെ വേർതിരിക്കുന്നത്. സാംസ്കാരികമായി പല സാമ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആയുധങ്ങൾ ബലൂജ് മേഖലയിലേക്ക് വ്യാപിച്ചാൽ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രദേശത്ത് വേർതിരിവ് ആവശ്യപ്പെടുന്ന ചലനങ്ങൾക്ക് പുതിയൊരു പ്രേരണ ലഭിക്കാമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. അതിന്റെ ഭൗമരാഷ്ട്രീയ പ്രത്യാഘാതം ചൈനയുടെ പ്രാദേശിക താൽപര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ മേഖലയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ പദ്ധതികൾക്കും ബാധകമായേക്കാമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനാൽ അമേരിക്ക എടുക്കുന്ന ഓരോ നീക്കവും പലതരം തന്ത്രപ്രധാനമായ കണക്കുകൂട്ടലുകൾ ഉൾപ്പെട്ടതാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. അടുത്ത അപ്ഡേറ്റുമായി വീണ്ടും കാണാം.